ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് കയ്പ കൊണ്ടൊരു വിഭവം ഉണ്ടാക്കിയാലോ? ചില നാട്ടിൽ നിന്നൊരു പാവക്കാന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ കയ്പാന്നാണ് പറയും കേട്ടോ. അപ്പോൾ അത് ചെറുതായി അരിഞ്ഞ് വെക്കുക, എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച് കയ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ വേവാൻ ആവശ്യമായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇത് നല്ലോണം ഡ്രൈ ആണ് വരെ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ കോരി മാറ്റണം. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതേ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലോണം വഴന്നതിന് ശേഷം നമുക്ക് 2 ചെറിയ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് സവാള ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് 2 തക്കാളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കണേ. എന്നിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ. തക്കാളി നല്ലോണം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. തക്കാളി വെന്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി 1 ടീസ്പൂണ്, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും പിന്നെ കയ്പ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കട്ടോ. അപ്പോൾ അതാ നല്ല ടേസ്റ്റാട്ടത്. അപ്പോൾ അതാ തുറന്ന് നോക്കുമ്പോണ്ടില്ലേ നല്ല അത് ആ തക്കാളിയും ഉള്ളിയും കൂടിയൊക്കെ ആ കയ്പേറ്റ് യോജിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് പൊതുവേ കയ്പ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പറ്റിയ വിഭവമാണ്. കയ്പ് രസമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.